ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ത്യയിലെ നരേന്ദ്രമോദി സർക്കാർ ഭരണത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് ശക്തമായ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നു. അമേരിക്കയിലെ ശതകോടീശ്വരനായ ജോർജ് സോറോസിന് ഗാന്ധി കുടുംബവുമായിട്ടുള്ള ബന്ധമാണ് നെഹ്റുവിന്റെ കാലം മുതൽ തുടങ്ങിയിരുന്നു എന്ന ആരോപണം സമൂഹ മാധ്യമങ്ങളിൽ ശക്തമാകുന്നത്. ഈ രാജ്യത്തിനെതിരെയുള്ള ശക്തികൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ രാജ്യത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ. ജനാധിപത്യം, സ്വാതന്ത്ര്യം, മനുഷ്യാവകാശം ഇവ വളർത്താൻ 120-ൽ പരം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ജോർജ് സോറോസിന്റെ NGO സംഘടനകൾ അതത് രാജ്യങ്ങളിലെ ഭരണം അട്ടിമറിക്കാനും ശ്രമിക്കുന്നു എന്നതാണ് ഞെട്ടിക്കുന്ന വിവരം. ഈ സ്വതന്ത്ര ഭാരതത്തിലെ ജനാധിപത്യത്തെ തകർക്കണം, സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കണം, മനുഷ്യാവകാശത്തെ ഹനിക്കണം. ഇതിനുവേണ്ടിയാണ് ശരിക്കു പറഞ്ഞാൽ ജോർജ് സോറോസ് ഇത്രയധികം കഷ്ടപ്പെടുന്നത്. ഓരോ രാജ്യങ്ങളിലെയും അവർക്കിഷ്ടമില്ലാത്ത ഭരണാധികാരിയെ താഴെ വീഴ്ത്താൻ വേണ്ടി ജോർജ് സോറസിന്റെ സംഘടനകൾ ടൂൾ കിറ്റുകൾ തയ്യാറാക്കും. ആ ഭരണാധികാരിയെ വീഴ്ത്തിയാൽ പിന്നെ അവർക്കിഷ്ടമുള്ള ഒരു പാവ നേതാവിനെ പകരം പ്രതിഷ്ഠിക്കും. അത് ഡമ്മി. ഇവരാണ് പിന്നിൽ നിന്ന് നയിക്കുന്നതും ഭരിക്കുന്നതും. ഇവര് തീരുമാനിക്കും എന്ത് നടക്കണമെന്നും എന്ത് കിടക്കണമെന്നും. അതിനുവേണ്ടി ആ രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകളെയും സൈനിക പ്രതിനിധികളെയും സാമൂഹിക പരിഷ്കർത്താക്കളെയും എല്ലാം അവർ കൂട്ടുപിടിക്കും. അവർക്ക് എന്താണോ വേണ്ടത്, അവരുടെ ന്യൂനതകളും ദൗർബല്യങ്ങളും മനസ്സിലാക്കി, പണത്തോട് അത്യാഗ്രഹമുള്ളവരാണോ, അധികാരവും പ്രശസ്തിയും എന്താണോ അവർ ആഗ്രഹിക്കുന്നത് അത് നൽകാൻ ജോർജ് സോറസ് തയ്യാറാകും. തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഭരണാധികാരി എത്തിക്കഴിഞ്ഞാൽ സോറസിന്റെ NGO സംഘടനകൾ അവർക്ക് ഇഷ്ടപ്പെട്ട അജണ്ടകൾ നേടിയെടുക്കും. ധാരാളം പണവും അതിലൂടെ കൊയ്തെടുക്കും. കേട്ടുകേൾവി പോലും ഇല്ലാത്ത പുതിയ ഒരു തരം ബിസിനസ്സാണ് ജോർജ് സോറസ് ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീനയെ അട്ടിമറിച്ച് പകരം US-ലെ പല NGO-കളുടെയും കണ്ണിലുണ്ണിയായ മുഹമ്മദ് യൂനസിനെ താൽക്കാലിക പ്രധാനമന്ത്രിയായി വാഴിച്ചതിന് പിന്നിലും ജോർജ് സോറോസ് തന്നെയാണ്. ജോർജ് സോറോസിൻ്റെതിന് സമാനമായിട്ടുള്ള മറ്റ് സംഘടനകളും ഇതിനകത്ത് പ്രവർത്തിച്ചു എന്ന് പറയപ്പെടുന്നു. ജോർജ് സോറോസിന്റെ NGO സംഘടനകൾ മോദി സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ പേരിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബഹളം വയ്ക്കുന്നത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കളുമാണ്. ഇപ്പോഴിതാ ജോർജ് സോറോസും ഗാന്ധി കുടുംബവും തമ്മിലുള്ള ബന്ധം നെഹ്റുവിന്റെ കാലം മുതൽ ആരംഭിച്ചതായിട്ടുള്ള ആരോപണമാണ് ഉയരുന്നത്. നെഹ്റുവിന്റെ കസിനാണ് VK നെഹ്റു. കൃത്യമായി പറഞ്ഞാൽ നെഹ്റുവിന്റെ മൂത്ത ജ്യേഷ്ഠൻ പണ്ഡിറ്റ് നന്ദിലാൽ നെഹ്റു ഈ നെഹ്റുവിന്റെ അപ്പൂപ്പനാണ്. അതുപോലെ VK നെഹ്റു വിവാഹം കഴിച്ചത് ഹംഗറി സ്വദേശിനിയായ, ശരിയായ പേര് മക്ഡൊണാൾഡ ഫ്രീഡ്മാൻ, അങ്ങനെ ഒരു വിദേശ വനിതയാണ്. ഇവർ വിളിക്കപ്പെട്ടിരുന്നത് ഫോറി നെഹ്റു എന്നാണ്. പിന്നീട് ഇവര് ശോഭ നെഹ്റു എന്ന് പേര് മാറ്റുന്നു. ഇവർ അന്ന് തന്നെ ജോർജ് സോറോസുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം. ജോർജ് സോറസും ഹംഗറി സ്വദേശി തന്നെയാണ്. പിന്നീടാണ് അദ്ദേഹം 1947 UK-യിലേക്കും അവിടെ നിന്ന് അമേരിക്കയിലേക്കും കുടിയേറുന്നത്. അതായത് സോണിയാഗാന്ധിക്ക് മുമ്പേ ഗാന്ധി കുടുംബത്തിന്റെ അടുത്ത സുഹൃത്തായിരുന്നു ജോർജ് സോറോസ്. അതായത് ഈ കുടുംബത്തിന്റെ വിദേശത്തെ വേരുകൾ അതീവ ശക്തമാണ് എന്നർത്ഥം. ആ ബന്ധങ്ങളെല്ലാം ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കാൻ ഉപയോഗിക്കുകയാണ് ഇപ്പോൾ ഗാന്ധി കുടുംബം. രാഹുൽ ഗാന്ധിയെ വീരനായകനായി അവതരിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഭാരത് ജോഡോ യാത്ര ആസൂത്രണം ചെയ്തത് തന്നെ ജോർജ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ എന്ന സംഘടനയായിരുന്നു എന്നാണ് പുതിയ ആരോപണം. ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ ഇന്ത്യയിലെ മേധാവിയും ആഗോള വൈസ് പ്രസിഡന്റുമായി സലിൽ ഷെട്ടി ഈ യാത്രയിൽ പങ്കെടുത്തിരുന്നു. ഇതിന്റെ ഫോട്ടോകളും ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ ലഭ്യമാണ്. 2023 ജനുവരിയിൽ US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹിൻഡൻബർഗ് റിസർച്ച് എന്ന ധനകാര്യ സ്ഥാപനം അദാനിക്കെതിരെ ഒരുപിടി ആരോപണം ഉയർത്തിയ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. ഓഹരി വില ഊതിപ്പെരിപ്പിച്ച് കാണിക്കുന്നു, അക്കൗണ്ടിൽ കൃത്രിമം കാണിച്ച് ലാഭം പെരുപ്പിച്ച് കാണിക്കുന്നു, വിദേശത്തെ കടലാസ് കമ്പനികൾ വഴി ഇന്ത്യയിലേക്ക് പണം കടത്തുന്നു തുടങ്ങിയ ഒട്ടേറെ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു ഉയർന്നു വന്നത്. എന്നാൽ ഇന്ത്യയിൽ ഓഹരി വിപണിയുടെ ചുമതലയുള്ള സെബി നടത്തിയ അന്വേഷണത്തിൽ ഈ ആരോപണങ്ങളിൽ ഒന്നിൽ പോലും കഴമ്പില്ല എന്ന് തെളിഞ്ഞു. ഇതിന്റെ പേരിൽ സുപ്രീം കോടതി ഇത് സംബന്ധിച്ച കേസുകൾ തള്ളി. ഹിൻഡൻബർഗ് റിസർച്ച് പുറത്തുവിട്ട ആരോപണങ്ങൾക്ക് പിന്നാലെ ജോർജ് സോറോസ് മ്യൂണിച്ച് സെക്യൂരിറ്റി കോൺഫറൻസിൽ ഒരു പ്രസംഗം നടത്തി. അതില് അദാനി അവരുടെ കമ്പനികളുടെ ഓഹരി വില യഥാർത്ഥ വിലയേക്കാൾ പെരുപ്പിച്ച് കാണിക്കുന്നു എന്നും നരേന്ദ്രമോദി ജനാധിപത്യവാദിയല്ലെന്നും അദാനി പ്രശ്നത്തിലൂടെ വീണ്ടും
ഇന്ത്യയിൽ ജനാധിപത്യം സ്ഥാപിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പ്രസംഗിച്ചിരുന്നു. അദാനി കുറ്റക്കാരനല്ല എന്ന് സെബി കണ്ടെത്തിയതോടുകൂടി പ്രശ്നം ആറി തണുക്കാതിരിക്കാൻ ജോർജ് സോറോസ് പണം നൽകുന്ന ജേർണലിസ്റ്റുകളുടെ NGO സംഘടനയായ OCC-RPയെ കൊണ്ട് വീണ്ടും ഇന്ത്യയിൽ അദാനിക്കെതിരെ വലിയ ഒരു ബഹളമുണ്ടാക്കിയെടുത്തു. ഇതിനെ രാഹുൽ ഗാന്ധി ഏറ്റുപിടിക്കുകയും ചെയ്തു. എന്നാൽ OCC-RP ഉയർത്തുന്ന ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് സുപ്രീം കോടതി തന്നെ കണ്ടെത്തി. അന്ന് OCC-RPയുടെ പേരിൽ സുപ്രീം കോടതിയിൽ ഹാജരായ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ അന്നത്തെ ചീഫ് ജസ്റ്റിസായ DY ചന്ദ്രചൂഡിൽ നിന്നും നല്ല ചീത്തവിളി കേൾക്കുകയും ചെയ്തു. എത്രയോ അകലെ കിടക്കുന്ന ഇന്ത്യയിലെ ജനാധിപത്യം സ്ഥാപിക്കുന്നത് അമേരിക്കയിലെ ശതകോടീശ്വരനായ ജോർജ് സോറോസ് ആണത്രേ. എത്ര വിരോധാഭാസമാണിത്! ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ കൂട്ടുപിടിച്ച് ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതിന് പകരം ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് എത്രമാത്രം അജണ്ടകളിലാണ് ഇവർ ഒപ്പുവെക്കേണ്ടി വരുന്നത്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം തന്നെ ബോളിവുഡിൽ തിളങ്ങി നിൽക്കുന്ന താരമായിരുന്നല്ലോ പ്രീതി സിൻഡ. അവരുടെ ഒരു ശക്തമായ രൂപത്തിലൊരു വിമർശനം നമ്മൾ കേട്ടതാണ്. സോഷ്യൽ മീഡിയയിൽ സജീവമായി താരം പല വിശേഷങ്ങളും നിലപാടുകളും ഒക്കെ പങ്കുവയ്ക്കാറുണ്ട്. മതപരമായിരുന്നാലും ഫിലിം ഇൻഡസ്ട്രിയിലെ വിഷയങ്ങളായിരുന്നാലും രാഷ്ട്രീയമായിരുന്നാലും തന്റെ നിലപാടുകൾ ഓപ്പണായി പറയുന്നതിൽ പ്രീതി സിൻഡ ഒരിക്കലും പിശുക്ക് കാണിച്ചിട്ടില്ല. ഇപ്പോഴത്തെ പലസ്തീനെ പിന്തുണച്ചെത്തിയ വയനാട് MP ആയ പ്രിയങ്ക വാദ്രയെ വിമർശിക്കുകയാണ് പ്രീതി സിൻഡ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയായിരുന്നു താരം വിമർശനം കുറിച്ചത്. പ്രിയങ്കയുടെ പേരെടുത്ത് പറയാതെ തന്നെ, എന്നാൽ കണ്ടാൽ ആർക്കും മനസ്സിലാകുന്ന രൂപത്തിലായിരുന്നു താരത്തിന്റെ വിമർശനം. ഒന്നുകിൽ നാം ജീവിക്കുന്ന രാജ്യത്തെ പിന്തുണയ്ക്കുക, അതല്ലെങ്കിൽ നമ്മൾ ഏത് രാജ്യത്തെയാണോ പിന്തുണയ്ക്കുന്നത് ആ രാജ്യത്ത് പോയി ജീവിക്കുക. തികച്ചും ന്യായമായിട്ടുള്ളൊരു ആശയം. കാരണം പലസ്തീൻ ബാഗുമായിട്ട് പാർലമെന്റിൽ എത്തിക്കഴിഞ്ഞപ്പോൾ കുറച്ച് മുസ്ലിം പിന്തുണ ഇവർക്ക് കിട്ടും. കാരണം അവരുടെ വോട്ട് വാങ്ങി തന്നെയാണ് ഇവർ അധികാരത്തിൽ കയറിയത്. MP സ്ഥാനം വരെ എത്തിയില്ലേ. പലസ്തീനെ അനുകൂലിക്കുന്ന, പലസ്തീന്റെ പേരും തണ്ണിമത്തങ്ങിയുടെ ചിത്രവുമുള്ള ബാഗ് ധരിച്ചായിരുന്നു പ്രിയങ്ക കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ വന്നത്. അത് മാധ്യമങ്ങളിൽ വലിയ രൂപത്തിലൊരു വാർത്തയുമായി. ഇതിനെ പ്രശംസിച്ച് ഇടതുപക്ഷ ജിഹാദികൾ ഉൾപ്പെടെ രംഗത്ത് വന്നു. ഇതിന് പിന്നാലെയാണ് പ്രീതി സിൻഡ അവരുടെ ശക്തമായ രൂപത്തിലുള്ള അഭിപ്രായവും ഈ വിഷയത്തിന്റെ വിമർശനവും അറിയിക്കുന്നത്. ഈ അഭിപ്രായത്തെ പിന്തുണച്ച് നിരവധി പേർ കമന്റുകൾ കുറിക്കുന്നുണ്ട്. എക്സ്പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ അടക്കം സോഷ്യൽ മീഡിയയിൽ നിന്ന് വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. എന്നാൽ പലസ്തീനെ പിന്തുണച്ചിട്ടുള്ള ബാഗുമായി പാർലമെന്റിൽ എത്തിയ പ്രിയങ്ക വാദ്രയ്ക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ഇതിന് പിന്നാലെ ഇന്ന് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ പിന്തുണയ്ക്കാനെന്ന പേരിൽ മറ്റൊരു ബാഗുമായി പ്രിയങ്ക പാർലമെന്റിൽ എത്തിയിട്ടുണ്ട്. പ്രിയങ്കയുടെ ഈ ഡാൻസ് ആരുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയാണ് എന്ന് കൃത്യമായിട്ട് ആർക്കും മനസ്സിലാക്കാം. ഒന്നുകിൽ നമ്മൾ ജീവിക്കുന്ന രാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുക, ആ രാജ്യത്തിന്റെ യശസ്സും പ്രൗഢിയും ഉയർത്തുന്നതിന് വേണ്ടി, ആ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. ഈ രാജ്യത്തെ കുറ്റം പറഞ്ഞിട്ട്, ഈ രാജ്യത്തെ എതിർത്തിട്ട് മറ്റേതെങ്കിലും രാജ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നതെങ്കിൽ, ആ രാജ്യത്തിന്റെ ഉയർച്ചയും വളർച്ചയുമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു തടസ്സവുമില്ല, ആ രാജ്യത്തേക്ക് പോയി ജീവിക്കുക. പ്രീതി സിൻഡയ്ക്ക് വലിയ രൂപത്തിൽ ഐക്യദാർഢ്യവുമായി അവരുടെ പോസ്റ്റുകൾ പങ്കുവച്ച് നിരവധി ആളുകളാണ് രംഗത്ത് വന്നത്. പ്രിയങ്ക വാദ്രയുടെ പോസ്റ്റിന് എത്ര ലൈക്കും എത്ര ഷെയറും എത്ര കമന്റും ഉണ്ടോ അതിനേക്കാൾ 10 ഇരട്ടിയെങ്കിലുമാണ് പ്രീതി സിൻഡയുടെ പോസ്റ്റിന് അനുകൂലമായ രൂപത്തിൽ ആളുകൾ രംഗത്ത് വന്നത്. നന്ദി.